ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുവാൻ പോയ വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിച്ചത്. തെരുവുനായയുടെ ആക്രമണത്തിൽ കൈക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. പഴയ ബസ് സ്റ്റാൻഡിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമ്മയ്ക്കൊപ്പം എത്തിയ ശേഷം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വേളയിലാണ് തെരുവുനായ വിദ്യാർത്ഥിയെ ആക്രമിച്ചത്. ഇടുക്കി വാഴത്തോപ്പ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് പോകുന്നതിനിടെയാണ് അക്രമം ഉണ്ടായത്. നരിയമ്പാറ സ്വദേശികളായ ഗീത, രാജേഷ് ദമ്പതികളുടെ മകൾ കാവ്യയ്ക്കാണ് തെരുവുനായകളുടെ അക്രമത്തിൽ കൈക്ക് പരിക്കേറ്റത്. ഉടൻ തന്നെ കട്ടപ്പന സഹകരണ ആശുപത്രിയിലും തുടർന്ന് താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചിരുന്നു. തുടർന്ന് പരീക്ഷയ്ക്ക് പോയ ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇവിടെ സ്റ്റാൻഡിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ അറിഞ്ഞു തിരിയുന്നു. അതുകൊണ്ട് ഇടയ്ക്കെല്ലാം ഒത്തിരി പട്ടികളായിരുന്നു. ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട്, സ്റ്റാൻഡ് പണി നടക്കുന്നതുകൊണ്ട് ആളും വെള്ളമുള്ളതുകൊണ്ട് പട്ടികൾ അങ്ങനെ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ സ്ഥിരം പട്ടി സ്റ്റാൻഡ് ഫുള്ളായിട്ടുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ്. അതായത് ഒത്തിരി വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും രാവിലെ പിള്ളേർ സ്കൂളിൽ പോകാൻ പുതിയ സ്റ്റാൻഡിട്ട് രസം കയറാൻ പോകുന്നവരും വൈകിട്ട് തിരിച്ച് ഇറങ്ങി പോകുന്ന പിള്ളേരുള്ള ഒത്തിരി വിദ്യാർത്ഥികൾ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവുനായ്ക്കൾ ആളുകൾക്ക് ഭീഷണിയാകുന്നത്. കഴിഞ്ഞ ദിവസം വ്യാപാരിയെ നായ കടിക്കാൻ ശ്രമിച്ചിരുന്നു. ഒഴിഞ്ഞു മാറിയതിനാണ് രക്ഷപ്പെട്ടത്. നിരവധി വിദ്യാർത്ഥികൾ അടക്കം കടന്നുപോകുന്ന പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവുനായ്ക്കളുടെ ഭീഷണി ഒഴിവാക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.